ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ന്യൂയോർക്കിലുള്ള ഒരു മരുന്ന് വ്യാപാര കമ്പനി ഒരു യുവാവിനെ ആവശ്യമുണ്ടെന്ന് പരസ്യപ്പെടുത്തി. അടുത്ത ദിവസം അപേക്ഷകരെ കൊണ്ട് പരിസരം നിറഞ്ഞു. അവരുടെ കൂട്ടത്തിൽ മാതാപിതാക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടവനും വിലക്ഷണനുമായ ഒരു ബാലനുണ്ടായിരുന്നു. അവനെ നോക്കി വ്യാപാരി പറഞ്ഞു, ഈ ബാലനെ എടുക്കാൻ പറ്റുകയില്ല, കാരണം അവൻ വളരെ ചെറിയവനാണ്. അതെ, അവൻ ചെറിയവനാണെന്ന് ഗ്രഹിച്ചും കൊണ്ടാണ് അവനെ കൊണ്ടുവന്നത്, അവൻ്റെ ആൻറ്റി പറഞ്ഞു. എന്നാൽ അവൻ ഉത്സാഹിയും വിശ്വസ്തനുമാണ്, അവൾ കൂട്ടിച്ചേർത്തു. ഇവനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വ്യാപാരിയെ വീണ്ടും ചിന്തിപ്പിച്ചു. കുറച്ചാലോചിച്ച ശേഷം ആ ബാലനെ ജോലിക്കെടുത്തു. അവൻ വളരെ വിലമതിക്കത്തക്കവനാണെന്ന് തെളിയിക്കുകയും അവൻ്റെ ശമ്പളം ഉയർത്തുകയും ചെയ്തു. അവൻ്റെ ശമ്പളം ക്രമേണ ഒരു വർഷത്തിൽ $2500 ഉയർന്നു. ഒടുവിൽ അവൻ ആ സ്ഥാപനത്തിൻ്റെ ഒരു പങ്കുകാരനായി. എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതുകാര്യം പൗലോസ് റോമിലെ വിശ്വാസികളോട് പറയുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച തൻ്റെ ജീവൻ പോലും നമുക്കായി ബലിയായി തന്ന ദൈവസ്നേഹത്തിന് മുമ്പിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം മാറ്റപ്പെടാറുണ്ട്. ജീവിതത്തിൽ എല്ലാം ഓക്കെ ആകുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന് യാതൊരു ഉലച്ചിലുമില്ല. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യാറുണ്ട്. നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ചിലപ്പോൾ ചില അഗ്നിശോധനയിലൂടെ ദൈവം നമ്മെ കയറ്റിവിടാം. എന്നാൽ അത് നമ്മെ തകർത്ത് കളയുവാനല്ല. യോബിൻ്റെ ജീവിതത്തിലുണ്ടായ ശോധനയുടെ മധ്യത്തിൽ യോബിൻ്റെ പ്രഖ്യാപനം പ്രകാരമായിരുന്നു. യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. യോബിൻ്റെ പ്രത്യാശ 100% സത്യമായിരുന്നു എന്ന് പിന്നീടുള്ള യോബിൻ്റെ ജീവചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം അവന് തിരികെ നൽകി. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 12-ാം വാക്യം. ഇങ്ങനെ യഹോവ യോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ യോബിനെ പോലെ ശോധനകളുടെ മധ്യത്തിലും കർത്താവിന് എൻ്റെ ഭാവിയെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ട് എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമോ? നമ്മെ തന്നെ പരിശോധിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന അഗ്നിശോധനകളും നിരാശകളും എല്ലാം ഞങ്ങളെ ഒരു അനുഗ്രഹ വിഷയമാക്കുവാനായിട്ടുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ മനസ്സിനെയും ജീവിതത്തെയും അതിൻ പ്രകാരം ക്രമീകരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.